നമസ്കാരം. ഇന്നത്തെ വിഷയം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമാണ്. ഇപ്പൊ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ടേംസ് ഓഫ് റെഫറൻസ് വന്നു കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോയിൽ ഈ പേർ ബന്ധപ്പെട്ട ഒരു അവലോകനമാണ് ശരിക്കും നടത്തുന്നത്. ആ അവലോകനം നമ്മളുടെ പരിഗണനാ വിഷയങ്ങൾ വച്ചിട്ട് തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളും പുതിയതുമൊക്കെ വെച്ച് ഒരു അവലോകനം ചെയ്തിട്ടുള്ള ഒന്നാണ്, ഒരു ക്ലാസ്സാണ് ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത്. നിങ്ങളിത് മുഴുവൻ ഒന്ന് കേട്ട് നോക്കണം. കഴിഞ്ഞ കാലങ്ങളും ഒക്കെ ഞാൻ ഈ അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ വി പി ജോയി അവർകൾ ചെയർമാനായിട്ടും മറ്റു 3 പേരും അടങ്ങുന്ന ഒരു ടീമാണ് പുതിയ, അതായത് 12ാമത് കേരള ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്ന് പറയുന്നത്. അവരുടെ ഓഫീസ് തുറക്കും. വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും നിർദ്ദേശങ്ങളും പഠനവും പരാതികളും ഒക്കെ അവര് സ്വീകരിക്കും. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ വിശദമായ പഠനം നടക്കും. കഴിഞ്ഞ 2019 അഥവാ 11ാം ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് കമ്മീഷൻ അല്ലായിരുന്നു, ഒരു കമ്മിറ്റി ആയിരുന്നു. അപ്പൊ കമ്മിറ്റി ആയതുകൊണ്ട് അതൊരു തട്ടിക്കൂട്ട് പരിപാടി എന്നതിന്റെ അപ്പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ ഇവിടെ വിശദമായ ഒരു പഠനം നടത്തിയിട്ടാണ് ഒരു കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാനിവിടെ ഈ ടേംസ് ഓഫ് റെഫറൻസ് ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഡിസ്കഷനാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ജീവനക്കാരുടെയും പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാർ, കാഷ്വൽ സ്വീപ്പേഴ്സ് എന്നിവരുടെ പേ ആൻഡ് അലവൻസിൽ മോഡിഫിക്കേഷൻ വേണോ എന്ന് പരിശോധിക്കുക. കമ്മീഷന്റെ ഒരു ചെയ്യേണ്ട ജോലികളാണ് ഗവൺമെന്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അധ്യാപകര്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ജീവനക്കാര്, എയ്ഡഡ് സ്കൂള്, കോളേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ, യൂണിവേഴ്സിറ്റി എന്നിവരിലെ ജീവനക്കാരുടെ പേ ആൻഡ് അലവൻസ് മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ നിർദ്ദേശിക്കുക. മറ്റൊന്ന്, മുനിസിപ്പൽ കണ്ടിൻജന്റ് ജീവനക്കാരുടെ പ്രൊമോഷൻ, പേ ആൻഡ് അലവൻസ്. മുനിസിപ്പൽ കണ്ടിൻജന്റ് ജീവനക്കാരുടെ പ്രൊമോഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അവരുടെ പേ ആൻഡ് അലവൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ 2019 പേ റിവിഷൻ എല്ലാ ജീവനക്കാർക്കും വേണ്ടി ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, 2019 യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജീവനക്കാർക്കും വേണ്ടിയിട്ട്, ഞാനിവിടെ ആദ്യം പെൻഷൻകാരുടെ കേസിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ആദ്യം ജീവനക്കാരുടെ കേസുകളിലാണ് പറയുന്നത്. അപ്പോൾ 2019 പേ റിവിഷൻ എല്ലാ ജീവനക്കാർക്കും വേണ്ടി ആദ്യമായിട്ട് ഒരു റണ്ണിംഗ് മാസ്റ്റർ സ്കെയിൽ ഉണ്ടാക്കി എന്നതാണ് ഉള്ളത്. അത് 23,000 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റണ്ണിംഗ് മാസ്റ്റർ സ്കെയിൽ. അത് ഇനി ശേഷം ജീവനക്കാരന്റെ 1/7/2019 ബേസിക് പേ എടുത്ത് അതിനെ 1.38 കൊണ്ട് ഗുണിച്ച് റണ്ണിംഗ് മാസ്റ്റർ സ്കെയിലിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്തു. ഇവിടെ ഉണ്ടായ ഒരു മൾട്ടിപ്ലയിങ് ഫാക്ടർ എന്ന് പറയുന്നത് 1.38 ആയിരുന്നു. എല്ലാവരുടെയും 1/7/2019 ഓപ്ഷൻ ഇല്ല, ഒരു ഓപ്ഷനും ഇല്ല. 1/7/2019 എല്ലാവരുടെയും ബേസിക് പേ 1.38 കൊണ്ട് ഗുണിക്കുക. ആ ഗുണിച്ചതിന് ശേഷം ഈ റണ്ണിംഗ് മാസ്റ്റർ സ്കെയിലിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യാം. അതായിരുന്നു കഴിഞ്ഞ ഫിക്സേഷൻ. അപ്പൊ ഈ 0.38 എന്ന് പറയുന്നത് 28% DA മർജ് ചെയ്യുന്നു, പിന്നെ ഒരു 10% ഫിറ്റ്മെന്റ് ബെനിഫിറ്റുമായിരുന്നു. അങ്ങനെ ഒരു റെഡിമെയ്ഡ് ടേബിൾ ഉണ്ടായി. ആ റെഡിമെയ്ഡ് ടേബിളിൽ ഇപ്പൊ 26,500 ബേസിക് പേ ഉള്ള ആള് കറസ്പോണ്ടിങ് എത്രയാവുമെന്ന് ആ റെഡിമെയ്ഡ് ടേബിളിൽ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഇവിടെ ഈ പേ റിവിഷനിൽ, ഇത്തരം 2019 പേ റിവിഷനിൽ പെൻഷൻകാരെ അപേക്ഷിച്ച് ഒരു സ്റ്റേജ് മിക്കവാറും ജീവനക്കാർക്ക് കിട്ടി എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. പെൻഷൻകാർക്ക് എവിടെ നമ്മൾ എത്തുന്നുവോ, നമുക്കറിയാലോ പെൻഷൻകാർക്ക് സ്കെയിലും ഒന്നുമില്ല, ഇവിടെ എവിടെ എത്തുന്നുവോ അവിടെ
സ്കെയിലിലെ റണ്ണിങ് മാസ്റ്റർ സ്കെയിലിലെ അടുത്ത സ്കെയിൽ ഫിക്സ് ചെയ്യാന്ന. അപ്പോൾ 1000 ചില്ലറ രൂപ ബേസിക് പേയിൽ അവിടെ സ്റ്റേജ് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടി എന്നുള്ളതായിരുന്നു അതിലെ ഒരു ജീവനക്കാർക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് കമ്പയർഡ് ടു പെൻഷനേഴ്സ്. പെൻഷനേഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജീവനക്കാർക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എച്ച് ആർ ഐയില് കാലങ്ങളായിട്ട് എച്ച് ആർ ഐ കൺസിഡർ ചെയ്യാതിരുന്ന ഒരു സി സി ഒക്കെ കൊടുക്കുമായിരുന്നു. എച്ച് ആർ ഐക്ക് പുറമെ സിറ്റി കോമ്പൻസേഷൻ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അലവൻസ് കൊടുക്കുമായിരുന്നു. എച്ച് ആർ ഐ ഒരു ഫിക്സഡിൽ പോവായിരുന്നു. ആ എച്ച് ആർ ഐയിൽ സമഗ്രമായ ഒരു പരിഷ്കരണം 2019 വന്നിരുന്നു എന്നുള്ളത് വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ 2019 പഞ്ചായത്തുകളിൽ 4%, മുനിസിപ്പാലിറ്റികളിൽ 6%, ജില്ലാ ആസ്ഥാനമായ മുനിസിപ്പാലിറ്റികളിൽ 8%, കോർപ്പറേഷനുകളിൽ 10% എച്ച് ആർ എ കൊടുക്കുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ 2019 പേറിഷ്. അവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന മാക്സിമം 10,000 രൂപ എച്ച് ആർ എ കൊടുത്തിരുന്നു. 10% ഓഫ് ദ ബേസിക് പേ. അപ്പൊ ബേസിക് പേയുടെ പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ 4%, അങ്ങനെയായിരുന്നു അത് കണക്ക്. അതും ഒരു കഴിഞ്ഞ 2019 പേറിഷിന്റെ ഒരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2019 പേറിഷനിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകൾ എന്ന് പറയുന്നത്, ഒന്ന്, സർവീസ് വെയിറ്റേജ് കൊടുത്തിട്ടില്ല. ആർക്കും കൊടുത്തിട്ടില്ല സർവീസ് വെയിറ്റേജ്. ഇപ്പൊ സർവീസ് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഫിക്സേഷൻ നടക്കുമ്പോൾ, ഇപ്പോൾ ഒരു 20 വർഷം സർവീസ് ആയ ഒരു ജീവനക്കാരനാണെങ്കിൽ അയാൾക്ക് സർവീസ് വെയിറ്റേജ് കൊടുത്താൽ സാധാരണഗതിയിൽ ഒരു വർഷത്തിന് 0.5%, നിലവിലുള്ള ബേസിക് പേയുടെ 0.5% ഒരു വർഷത്തിന് വെച്ച് കൊടുക്കും. അപ്പൊ 20 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് 10% തന്റെ ബേസിക് പേയുടെ കൂട്ടത്തിൽ എന്തായിട്ട് കൂട്ടാം? സർവീസ് വെയിറ്റേജ് ആയിട്ട് കൂട്ടാം. ചിലപ്പോഴങ്ങനെയായിരുന്നു. ചിലപ്പോ ചില കാലഘട്ടങ്ങളിൽ 4 വർഷത്തെ സർവീസിന് ഒരു ഇൻക്രിമെന്റ് അഡ്വാൻസ് കൊടുത്തു. 8 വർഷം സർവീസ് ഉണ്ട് 2 ഇൻക്രിമെന്റ് കൊടുക്കും. 12 വർഷം സർവീസിന്റെ 3 ഇൻക്രിമെന്റ് കൊടുക്കും. അപ്പൊ സീനിയർ ആവുന്നതിനനുസരിച്ച് അവരുടെ പേ കൂടിക്കൊണ്ടേ ഇരിക്കും. ആ രീതിയിലുള്ള ഒരു ഫിക്സേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2019 അത്തരത്തില് ഒരു വെയിറ്റേജ്, സർവീസ് വെയിറ്റേജ് എന്ന് പറയുന്നതേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. 2019 പേ കമ്മീഷൻ ഇല്ലായിരുന്നു, പകരം മറിച്ച് കമ്മിറ്റി ആയിരുന്നു. ഇപ്പോൾ കമ്മീഷനാണ്. അതുകൊണ്ട് ഒരു വിശദമായ പഠനം ഉണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഡി എ മെർജിങ് നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഡി എ മെർജിങ് ആണല്ലോ എല്ലാവരും പറയാം, വീഡിയോ ഇടുക, അപ്പോൾ അനന്ത സാധ്യതകൾ കഴിഞ്ഞ 1.31 കൊണ്ട് ഗുണിക്കും, 1.41 കൊണ്ട് ഗുണിക്കും, ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വാദങ്ങളും ഒക്കെ ആയിരുന്നു ഇത്രയും കാലം. ഇപ്പൊ അതൊക്കെ പോയി. അപ്പൊ മെർജിങ് നടക്കുമെന്നാണ് 2024 ഡി എ, അതായത് 1/7/2024 വരെയുള്ള അന്നുകൂടിയുള്ള ഡി എ മെർജ് ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതായത് 31% ഡി എ ആണ്, അല്ലേ? ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1/7/2024 ഡി എ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അർഹതപ്പെട്ടതാണ് പറയുന്നത് കേട്ടോ. നിലവിൽ പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധമില്ല. അർഹതപ്പെട്ട ഡി എ എന്ന് പറയുന്നത് 31%. ആ 31% ഡി എ ആണ് മെർജ് ചെയ്യാൻ സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഡി എ മെർജ് ചെയ്യുമ്പോഴുള്ള ഒരു മെച്ചം, ഡി എ മെർജ് ചെയ്യുമ്പോഴുള്ളതെന്ന് വെച്ചാൽ ജീവനക്കാരുടെ ബേസിക് പേ വർദ്ധിക്കുമെന്നാണ് ഈ ഡി എ മെർജ് ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസം. പ്രത്യേകിച്ച് ഈ ഡി എ മെർജിങ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് പെൻഷൻ ആവാൻ അടുത്ത് നിൽക്കുന്നവർക്കാണ്. പെൻഷൻ ആകുന്ന ഇപ്പൊ നിങ്ങൾക്ക് 50,200 ബേസിക് പേ ഉള്ള ഒരാള്, അയാൾക്ക് 25 വർഷം സർവീസ് ഉണ്ടെന്ന് വെച്ചോ. അയാളുടെ 25 വർഷം സർവീസ് ഉണ്ട്, അയാൾക്ക് നിലവിലുള്ള പെൻഷൻ എന്ന് പറയുന്നത് അയാൾക്ക് 21,000 രൂപയോളം കിട്ടും. എന്നാൽ ഈ 31% ഡി എയും കൂടെ മെർജ് ചെയ്തിട്ട് ഒരു ഫിക്സേഷൻ നടത്തിയാൽ അയാളുടെ പെൻഷൻ എന്ന് പറയുന്നത് 21,000 നിന്ന് 27,500 രൂപയിലേക്ക് കടക്കും. ഏകദേശമാണ് ഞാൻ പറഞ്ഞ, കൃത്യമല്ല. ഫിറ്റ്മെന്റ് വേറെയും കിട്ടും. അപ്പൊ ഈ രീതിയിൽ ഡി എ മെർജ് ചെയ്താൽ ബേസിക് പേയിലേക്ക് ഒരു പേ റിവിഷൻ വരുമ്പോൾ അതുവരെയുള്ള ഡി എ മെർജ് ചെയ്ത് ബേസിക് പേ പുതുക്കിയാൽ പെൻഷൻ ആവാൻ കാത്തു നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ, ആർക്കും ബാക്കിയുള്ളവർക്ക് മെച്ചം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും. കമ്മ്യൂട്ടേഷനെ ഇത് ശരിക്കും ബാധിക്കുന്നില്ല. കമ്മ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഈ ബേസിക് പെൻഷന്റെ 40% 12 കൊല്ലത്തേക്ക് കമ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ മേലെ പറഞ്ഞ കേസിൽ 50,200 ഒരു കക്ഷിക്ക് 35-31% ബേസിക് പേയിൽ DA മെർജ് ചെയ്താൽ തന്നെ കമ്മ്യൂട്ടേഷനിൽ മാത്രം അയാൾക്ക് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നേട്ടം ഉണ്ടാവും എന്നതാണ് സത്യം. ഇനി ഇതൊക്കെ നമ്മൾ പറയുന്നു, മെർജിങ് ഇല്ലാതെ ഇപ്പൊ ഇതൊരു സങ്കല്പം, ഇതുവരെ നടന്നത് DA മെർജ് ചെയ്തിട്ടാണ് പേറവിഷൻ നടന്നത്. അപ്പൊ എന്നാലും പുതിയ കമ്മീഷനില് ഈ DA മെർജിങ് ഇല്ലാതെ മറ്റേതെങ്കിലും മാസ്മരിക വിദ്യ കമ്മീഷൻ കാണിക്കുമോ എന്നും പറയാനൊന്നും പറ്റില്ല. DA മെർജ് ചെയ്യണമെന്ന് ഒരെവിടെയും നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. അതാണ് വേറൊരു സത്യം. അപ്പോ ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഈ പുതിയ കമ്മീഷനിൽ വരാൻ്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഗ്രേഡിന്റെ കാലഘട്ടം കുറയ്ക്കുമോ എന്നുള്ളതാണ്. ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8, 15, 22 3 തരത്തിൽ ഉള്ള ഗ്രേഡുകളാണ് വരുന്നത്. പിന്നെ 28, 27 കൊടുക്കുന്ന പല സെപ്പറേറ്റ് കാറ്റഗറികളുണ്ട്. അതിൽ ഹയർ ഗ്രേഡ് 8 വർഷവും സീനിയർ ഗ്രേഡ് 15 വർഷവും സെലക്ഷൻ ഗ്രേഡ് 22 വർഷവും ആകുമ്പോഴാണ് കൊടുക്കുന്നത്. അതിൻ്റെ ടേം ഒന്നുകൂടി കുറയ്ക്കുമോ? ഇപ്പോൾ 21 കൊടുക്കാം, അല്ലെ 15 എന്നുള്ളത് 14 കുറക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഈ ശമ്പള പരിഷ്കരണത്തിൽ വരാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ നേരത്തെ വന്നിരുന്നു എല്ലാവർക്കും 8 അല്ല. ഇപ്പോൾ ഹൈസ്കൂൾ അധ്യാപകർക്ക് ആദ്യത്തെ ഗ്രേഡ് 7 വർഷത്തിൽ കൊടുക്കുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും 8. ഹൈസ്കൂൾ അധ്യാപകർക്ക് മാത്രം. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഇനി മറ്റൊന്ന്, ഈ ഫുൾ പെൻഷൻ പീരീഡ്. ഇപ്പോഴത്തെ ഒരു നിലയിൽ ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് 30 വർഷത്തിനാണ്. 30 വർഷത്തിലെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫുൾ പെൻഷൻ കൊടുക്കുന്നത്. ആ പീരീഡ് വേണമെങ്കിൽ കമ്മീഷൻ ഒന്ന് കുറയ്ക്കാൻ റെക്കമെൻഡ് ചെയ്യാം. 28 വർഷത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ 29, 27 വർഷത്തിലേക്ക് മാറ്റണം എന്ന് കമ്മീഷന് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ കമ്മീഷൻ ഞാൻ അതിൻ്റെ ഒരു ചേഞ്ചസ് സാധ്യതയുള്ള മേഖലകൾ ഒന്ന് തെരഞ്ഞെടുത്ത് പറഞ്ഞതാണ്. ഇനി പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാര്യം അതാണ് പറഞ്ഞിരിക്കുന്നത്. സർവീസ് പെൻഷൻകാർക്ക് ഇപ്പൊ DA മെർജിങ് ഞാൻ പറഞ്ഞു, DA മെർജിങ് നടക്കുമ്പോൾ പെൻഷൻ ആകുന്നവർക്ക് മാത്രമല്ല മെച്ചം. ഈ DA മെർജ് ചെയ്താല് അടുത്ത DAകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആ DA ഒക്കെ വരുന്നത് നമ്മളുടെ ബേസിക് പേ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പൊ ബേസിക് പേ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന DAയും കൂടുതലായിരിക്കും. DA പെർസെൻറ്റേജ് കൂടുതലായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുക. ഇനി രണ്ടാമത് പിന്നെ ഗവൺമെന്റ് ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് സർവീസ് പെൻഷൻകാരുടെ ബെനിഫിറ്റിൽ ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ നിർദ്ദേശിക്കാനാണ് പെൻഷൻകാരെ സംബന്ധിച്ച്. നമുക്കറിയാം, ഈ പെൻഷൻകാരെ പറ്റി 1-2 വാക്കുകൾ പറഞ്ഞോട്ടെ. അതായത് പെൻഷൻകാർക്ക് ഒരു റണ്ണിംഗ് മാസ്റ്റർ സ്കെയിൽ ഇല്ല, സ്കെയിൽ ഓഫ് പേ ഇല്ല, വാർഷിക ഇൻക്രിമെന്റ് ഇല്ല, HRA ഇല്ല. ഇനി സർവീസ് വെയിറ്റേജ് ജീവനക്കാർക്ക് കൊടുക്കാന്ന് വെച്ചാൽ തന്നെ അത് പെൻഷൻകാർക്ക് കിട്ടുന്നതല്ല. കാരണം പെൻഷൻകാർ പറയും ചിലപ്പോൾ ഞാൻ 30 വർഷത്തെ സർവീസ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ 30 വർഷത്തെ സർവീസ് ഇവിടെ വെയിറ്റേജിന് കണക്ക് കൂട്ടുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്കൊരു ബേസിക് പെൻഷൻകാരെ സംബന്ധിച്ച് ഒരു ബേസിക് പെൻഷൻ ഉണ്ടാവും. പെൻഷന്റെ ഒരു ബേസിക് കാലാകാലങ്ങളായി ലഭിക്കുന്ന ഡിയർനെസ് റിലീഫും അതിന്റെ മേലെ കിട്ടും. അപ്പോൾ എങ്കിൽ പോലും നമ്മൾ കമ്മീഷനോട് പറഞ്ഞിട്ടുള്ളത് പെൻഷൻകാരുടെയും ഫാമിലി പെൻഷൻകാരുടെയും ബേസിക് പെൻഷൻ പുതുക്കണം. അത് ഏത് രീതിയിലെന്ന് കമ്മീഷനാണ് പഠിച്ച് നിർദ്ദേശം പറയേണ്ടത്. എന്തു തന്നെയായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോൾ എന്ത് പറഞ്ഞാലും ശരി, DCRGയുടെ പരിധി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. DCRGയുടെ ഇപ്പോഴത്തെ പരിധി എന്ന് പറയുന്നത് 17 ലക്ഷമാണ്. ആ 17 ലക്ഷം എന്ന് പറയുന്ന പരിധി ഇപ്പോൾ 18 ലക്ഷം ഒരാൾക്ക് കണക്ക് കൂട്ടി കിട്ടുമ്പോൾ ഉണ്ടായാൽ പോലും അത് 17 ലക്ഷമായിട്ട് ലിമിറ്റ് ചെയ്യും. ആ പരിധി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഗവൺമെന്റ് ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞ മറ്റൊരു കാര്യം, സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരുടെ വേതനവുമായിട്ട്, അതായത് ബെനഫിറ്റ് സ്റ്റേറ്റുകാർക്കും സെൻട്രലുകാർക്കും ഈക്വലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിക്കണമെന്നാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരുടെ വേതനവുമായിട്ട് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ ഇത്തിരി പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ കാറ്റഗറി അല്ല അവിടുത്തെ കാറ്റഗറി, ഇവിടെ ഈ കാറ്റഗറിക്കുള്ള യോഗ്യതയാവില്ല അവിടുത്തെ യോഗ്യതകൾ, ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഒരു പാരിറ്റി, അതായത് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു തുല്യത നടക്കുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഗവൺമെന്റ് പറഞ്ഞ കാര്യം,
കഴിഞ്ഞ പേ റിവിഷനിലുണ്ടായ അനോമിലീസ് പരിഹരിക്കണം. ആ പരിഹാരം കാണാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. നോക്കുക, അനോമലി ഒന്ന്, ഞാൻ ഈ അനോമലി മുന്നേ പറഞ്ഞിട്ടുണ്ട്. 2019 ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2019 ജൂൺ 30 വരെ റിട്ടയർ ആയവർക്ക് പുതിയ പേ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1.38 കൊണ്ട് ഗുണിച്ചാൽ മതി, ഒന്നും നോക്കാനില്ല. എന്നാൽ 2019 2019 കഴിഞ്ഞു, 20 ഏപ്രിൽ 30 റിട്ടയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ പേയില് അവസാനത്തെ 10 മാസത്തെ സാലറി പുതിയ പേയിൽ കിട്ടി. ഇത് രണ്ടുമല്ലാതെ 31/7/2019 ഒരാൾ റിട്ടയർ ചെയ്താൽ, അതായത് 2019 ജൂലൈ 31 റിട്ടയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്ന് 1.38 കൊണ്ട് ഗുണിക്കാൻ കഴിയില്ല. അയാൾ എങ്ങനെ പേ ഫിക്സ് ചെയ്യുന്ന വെച്ചാൽ, ഒരു മാസം, അതായത് ജൂലൈ ഒരു മാസം പുതിയ പേ റിവിഷൻ പ്രകാരമുള്ള പുതിയ പേയും ബാക്കി 9 മാസം പഴയ ബേസിക് പേ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പെൻഷൻ കണക്കൂട്ടിയത്. ഭീമമായ ഒരു നഷ്ടം ആ കണക്കുകൂട്ടലിൽ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അത് പരാതികളൊക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ അത് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്, എന്നിട്ട് പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അത് ശരിക്കും ഒരു വലിയ അനോമലി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് 30 റിട്ടയർ ചെയ്തെങ്കിൽ 2 മാസം പുതിയതിലും 8 മാസം പഴയതിലുമാണ്. സെപ്റ്റംബർ 30 റിട്ടയർ ചെയ്തവർ 3 മാസം പുതിയ പേയും 7 മാസം പഴയ പേയുക. ഇവർക്കൊക്കെ നഷ്ടം. മാർച്ച് വരെ റിട്ടയർ ചെയ്യുന്നവർക്ക് ഈ പുതിയതും പഴയതും കൂടിയുള്ള മിക്സിങ് അവസാനത്തെ 10 മാസത്തെ ആവറേജ് പേ കണക്ക് കൂട്ടുമ്പോൾ വലിയ നഷ്ടം വരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം, ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ ഒരു നഷ്ടം വന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 2019 ജൂലൈ 31 റിട്ടയർ ചെയ്തവർ, ഓഗസ്റ്റ് 30 റിട്ടയർ ചെയ്തവർ, ഇവർക്കൊക്കെ തന്നെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള പരിഹാരം ഉണ്ടാവണം. അതിനുള്ള അനോമലീസ് ബന്ധപ്പെട്ട സംഘടനകൾ, പിന്നെ പ്രത്യേകിച്ച് പെൻഷൻ സംഘടനകൾ കമ്മീഷന് മുമ്പിൽ അവതരിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ നഷ്ടം എന്ന് പറയുന്നത് 2020 മാർച്ച് 31 വരെ റിട്ടയർ ചെയ്തവർക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ നഷ്ടം എങ്ങനെ നികത്താമെന്ന്, അതൊരു അനോമലിയാണ്. ആ അനോമലി ഈ പുതിയ പേർക്ക് കമ്മീഷനിൽ വരണം. അനോമലി തിരുത്തിയിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കാലത്ത് ഡി എയിലും ഡി ആറിലും ഉണ്ടായ അരിയർ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് 4 തുല്യ ഗഡുക്കളായി കൊടുക്കാൻ തീരുമാനിച്ച് ഉത്തരവിറക്കിയായിരുന്നു. ഡി ആറും ഡി എയും, അതൊക്കെ 2 കാറ്റഗറി ആയിട്ടൊന്ന്. അപ്പോൾ ആദ്യം 4 ഗഡുക്കള്, ആദ്യത്തെ ഗഡു കൊടുക്കുന്നത് 2021 ഏപ്രിലായിരുന്നു, രണ്ടാമത്തെ ഗഡു കൊടുക്കുന്നത് 2021 മെയ്യിലായിരുന്നു. അത് രണ്ടും കൊടുത്തു. ഡി ആർ ആണ് കേട്ടോ, പെൻഷൻകാർക്കുള്ള ഡി ആറിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ ഗഡു 2024 ഏപ്രിലായിരുന്നു കൊടുക്കേണ്ടത്, നാലാമത്തെ ഗഡു 2025 ഏപ്രിലാണ് കൊടുക്കേണ്ടത്. ഈ 2 ഗഡുക്കളും ടിൽ ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരത്തില് ഇത് പിന്നെ ഡി ആറുകൾ, പെൻഷൻകാർക്ക് കിട്ടാനുള്ള 2 ഗഡു ഡി ആറിനെ പറ്റി എല്ലാവരും മറന്നുപോയിട്ടുണ്ടാവും. പെൻഷൻ സംഘടനകൾ ഒരുപക്ഷെ മറന്നിട്ടുണ്ടാവും. കാരണം പെൻഷൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വയസ്സായവരാ. അപ്പൊ അതുകൊണ്ട് സംഘടനയ്ക്കും വയസ്സായിട്ടുണ്ടാവും. ഇതൊക്കെ ഓർമ്മിച്ച് വാങ്ങിക്കൊടുക്കേണ്ട സംഘടനകളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ യൂട്യൂബേഴ്സ് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. എല്ലാം നല്ലതിനു വേണ്ടിയിട്ട്, ആരെ കുറ്റപ്പെടുത്താനോ പറയാനോ ഒന്നുമല്ല. ഇത് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പെൻഷൻ സംഘടനകൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നിലവിലുള്ള സിവിൽ സർവീസ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ പിന്നെ പറയണമെന്നാണ്, നിർദ്ദേശിക്കണം. ഇപ്പം നമ്മൾ കഴിഞ്ഞതിൽ പഞ്ചിങ് ഒക്കെ പറഞ്ഞിരുന്നു. പഞ്ചിങ്ങിനെ പറ്റി വ്യാപകമായ പരാതി കഴിഞ്ഞ ആഴ്ചകൾ വരെ ഉണ്ടായി. ബസ്സിലിരുന്ന് ആൾക്കാർ പഞ്ച് ചെയ്യുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ പഞ്ചിങ് നടത്തി, അതും തിരുവനന്തപുരം സെൻട്രൽ ഓഫീസുകളിലൊക്കെ മാത്രമായിട്ട് ഒതുങ്ങാണ്. ആ പഞ്ചിങ് സ്പാർക്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുമില്ല പലയിടത്തും. അപ്പൊ ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ ഈ സിവിൽ സർവീസ് വളരെ നന്നായിട്ട് പോവുകയുള്ളൂ. ആഴ്ചയിൽ 5 ദിവസം ഈ കമ്മീഷന്റെ പ്രപ്പോസൽ ചിലപ്പം വരാവുന്നതാണ്. അങ്ങനെ ജീവനക്കാർക്ക് NGOs ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുമ്പോൾ അവർക്ക് കാഷ്വൽ ലീവിലും EL-ലും ഏൺ ലീവിലും ഒക്കെ മാറ്റങ്ങൾ വേണോ എന്ന കാര്യവും കമ്മീഷൻ പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന്, കമ്മീഷൻ നിരവധി ആൾക്കാർ എൻ്റെ മുമ്പിൽ പറയാറുള്ള ഒരു പരാതിയാണ് ഞാനിവിടെ പറയുന്നത്.
ആ പരാതി എന്താന്ന് വെച്ചാൽ സിവിൽ സർവീസിന്റെ തലപ്പത്ത് നേരത്തെ സർവീസിൽ കയറുന്നവര് എത്തുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ സർവീസിൽ ഉള്ളവർ തന്നെ എത്തുക. കാരണം ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ആശ്രിത നിയമനം, ഭിന്നശേഷി നിയമനം, ഈ നിയമനത്തെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാം നല്ല കാര്യമാണ്. ജീവിതത്തിൽ ആശ്രിത നിയമനം നിർബന്ധമാണ്, അത്യാവശ്യമാണ്. പക്ഷേ ഈ ആശ്രിത നിയമനവും ഭിന്നശേഷി നിയമനവും പോലെയുള്ള PSC പരീക്ഷ എഴുതാതെ നിയമനം നടക്കുന്ന കേസുകളിൽ ഈ ബന്ധപ്പെട്ട ജീവനക്കാർ വളരെ നേരത്തെ 20-22 വയസ്സിൽ തന്നെ സർവീസിൽ കയറുകയാണ്. അപ്പോൾ അങ്ങനെ സർവീസിൽ കയറി വരുന്നവര് PSC പരീക്ഷയൊക്കെ എഴുതി 28-30 വയസ്സായി കയറുന്നവരെ അപേക്ഷിച്ച് വളരെ സീനിയർ ആവുകയാണ്. എന്നാൽ പ്രൊമോഷൻ വരുമ്പോൾ ഇവർക്കും അവർക്കും ഒക്കെ തുല്യ പരിഗണനയാണ്. അത് ഒരു വലിയ അനോമലി, ഒരു വലിയ പ്രശ്നമാണ് എന്നാണ് പലരും പറയുന്നത്. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്ത് വരും, ഈ സിവിൽ സർവീസിന്റെ തലപ്പത്ത് അവസാനം എല്ലാവരും ഈ വിഭാഗത്തിൽപ്പെടുന്നവരും മാത്രമാവുന്ന ഒരു സ്ഥിതിവിശേഷം. ശരിക്കും ഇതിനൊക്കെ കോട്ട നിശ്ചയിക്കേണ്ടതാണ്. അത് എങ്ങനെ വേണമെന്നുള്ള കാര്യമൊക്കെ ഭരണപരിഷ്കാര കമ്മീഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതാണ്. ഞാനിത് നിരവധി ആൾക്കാരുടെ ഒരു പരാതി ഇവിടെ ഉന്നയിച്ചു എന്ന് മാത്രമാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടത്തുന്നില്ല. മറ്റൊരു കാര്യം ഈ ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് പേ റിവിഷൻ നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നാണ്. മുൻകാലങ്ങളിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2009 ഇതാണെങ്കിൽ 2009 മുതൽ കണക്ക് കൂട്ടും. ജൂലൈയിലാണെങ്കിൽ എത്ര മെച്ചം, ഓഗസ്റ്റിലാണെങ്കിൽ എത്ര മെച്ചം, അടുത്ത ഇൻക്രിമെന്റ് വാങ്ങുന്ന ഡേറ്റിലേക്ക് ഓപ്ഷൻ കൊണ്ടുപോയാൽ എത്ര മെച്ചം, 2011 കൊണ്ടുപോയാൽ എന്ത് മെച്ചം, അരിയർ ഒഴിവാക്കിയാൽ ഇവിടെ ബേസിക് പേയിൽ എത്ര വർധനം, ഇത്തരത്തിൽ നിരവധി തവണ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു ഓപ്ഷനിൽ ഒരു ഫിക്സേഷൻ നടക്കുന്നത്. അപ്പോൾ അത്തരത്തില് ഒരു ഓപ്ഷൻ ഇത്തരത്തിൽ ലഘൂകരിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഓപ്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല. മറ്റൊന്ന്, ഈ സർവീസ് രംഗം വുമൺ ഫ്രണ്ട്ലി ആവണം എന്നുള്ളതാണ്. അപ്പൊ വുമൺ ഫ്രണ്ട്ലി, സ്ത്രീ സൗഹൃദമായിരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമൊക്കെ വിശാലമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് അതിന്. അപ്പൊ അത് കമ്മീഷൻ എങ്ങനെ ഇതിനെയൊക്കെ കാണും എന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ആർത്തവാവധി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വന്നുകൂടായില്ല. പക്ഷെ അത് എത്രത്തോളം നന്നായി നടക്കും അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുമോ എന്ന കാര്യങ്ങളൊക്കെ മറ്റൊരു വസ്തു നിൽക്കുമ്പോൾ തന്നെ കമ്മീഷനെ സംബന്ധിച്ച് സ്ത്രീ സൗഹൃദം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ മെറ്റേണിറ്റി ലീവ് ഇപ്പോൾ 180 ഡേയ്സ് ആണ്. 180 ഡേയ്സ് നമ്മൾ 135 നിന്നാണ് 180ലേക്ക് വന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും. 135 അതിന് മുമ്പ്. അതാണ് നമ്മൾ ഇതിനു മുമ്പ് 90 ഉണ്ടായിരുന്ന കാലമുണ്ട്. അതാണ് ഇപ്പോൾ 180ലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ കൂട്ടുമെന്നറിയില്ല. ഈ മെറ്റേണിറ്റി ലീവിനെ പറ്റി പറയുമ്പോൾ ചില DDOമാർ 2 പ്രാവശ്യം മെറ്റേണിറ്റി ലീവ് അനുവദിക്കുള്ളൂ. വളരെ വിരോധാഭാസ. അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. മെറ്റേണിറ്റി ലീവിന് 2 തവണ എന്നുള്ള ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയാണ്, അങ്ങനെ പറയും. അത് അറിവ് കുറവുകൊണ്ടാണോ ബോധപൂർവമാണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും മെറ്റേണിറ്റി ലീവ് അതിന് എത്ര തവണ, ഇത്ര തവണ എന്നുള്ള ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന്, പെറ്റേണിറ്റി ലീവ് നിലവിൽ ഒരു ശമ്പള പരിഷ്കരണത്തോടു കൂടിയാണ് ഒരു പെറ്റേണിറ്റി ലീവ് വന്നത്. അതിന്റെ എണ്ണം കൂട്ടോ. ഇത്തരത്തിലുള്ള സ്ത്രീ സൗഹൃദപരമായിട്ടുള്ള നിലപാടുകൾ കമ്മീഷൻ എടുക്കുമോ എന്ന കാര്യം അതൊക്കെയാണ് അതിൽ വരാനുള്ളത്. മറ്റെന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ഈ സാമ്പത്തിക ബാധ്യത കണക്കാക്കണമെന്നാണ്. സാമ്പത്തിക ബാധ്യത നമ്മളൊരു ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്ന സമയത്ത്, കമ്മീഷൻ നിർദ്ദേശിക്കുന്ന സമയത്ത്, ചില കാറ്റഗറികൾക്ക് കമ്മീഷൻ സ്കെയിൽ നിശ്ചയിക്കുന്ന സമയത്ത് അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഇങ്ങനെ കൊടുത്താൽ എത്രത്തോളം സാമ്പത്തിക ബാധ്യത ഉണ്ടാവും എന്ന കാര്യവും കമ്മീഷൻ പഠിച്ച് പറയേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ കമ്മീഷന് 3 മാസമാണ് കൊടുത്തിട്ടുള്ളത്. മിക്കവാറും ഒരു കമ്മീഷനും 1 വർഷത്തിൽ താഴെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെയും മിനിമം 1 വർഷമെങ്കിലും ഉണ്ടാവും. ഈ 1 വർഷം കഴിഞ്ഞ് നമുക്ക് പുതിയ ഗവൺമെന്റ് ആണ് വരുന്നത്. ആ പുതിയ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരാവാം, വേറൊരു ടീമാവാം, ഏത് തന്നെ വന്നാലും ശരി, ഈ പുതിയ ഗവൺമെന്റ് ഇതിന് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് പഠിക്കാൻ ഒരു കമ്മിറ്റി വെക്കും. അപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലത്തിന് ശേഷമേ, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, ഇതിന് വിരുദ്ധമായിട്ട് പറയാം, നമ്മൾ ഈ കമ്മീഷന്റെ ഒരു ഫൈനലൈസ്ഡ് രൂപം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുമ്പോൾ ഉള്ള സമയത്ത് ജീവനക്കാരും സംഘടനകളും വ്യക്തികളും ഒക്കെ ചെയ്യേണ്ട
കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമ്മീഷന് നിവേദനമായിട്ട് സമർപ്പിക്കാം, അല്ലെങ്കിൽ കമ്മീഷന് മെയിൽ ഐ ഡി വരും, ആ മെയിൽ അയക്കാം. ഇതെല്ലാം കമ്മീഷൻ പരിശോധിക്കും. നമ്മളുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ നിർദ്ദേശങ്ങൾ, നിവേദനങ്ങൾ എല്ലാം ഒരുപക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ കമ്മീഷൻ കണ്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ കമ്മീഷൻ കാണാതെ ഇരുന്നിട്ടും ഉണ്ടാവും. അതെല്ലാം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഇത്തവണത്തെ ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 2021 ഓർമ്മിക്കുക, ഈ പേ റിവിഷനൊക്കെ എല്ലാവരും വലിയ പ്രതീക്ഷയിൽ കണക്ക് കൂട്ടി ഇരുന്ന് എല്ലാവരും ഇത് അവിടുന്ന് ലോൺ ഇവിടുന്ന് ലോണൊന്നും എടുക്കാൻ നിൽക്കണ്ട. ഇത് എങ്ങോട്ടാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ നമുക്ക് തരുന്ന ഒരു പാഠം അതാണ്. ഇപ്പം നമുക്കറിയാം 2021 പേ റിവിഷൻ വന്ന് 25% വീതം 4 ഗഡുക്കളായിട്ട് പേ റിവിഷൻ അരിയർ തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ 2 ഗഡു തന്നു. 2 ഗഡു തരം എന്നുള്ള ഉത്തരവ് മരവിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഉത്തരവ് നീട്ടിവെച്ചു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 2025 നവംബറിൽ സർക്കാർ വീണ്ടും അത് പരിശോധിച്ചിട്ട് പറഞ്ഞെന്താ, 2019 പേ റിവിഷൻ അരിയർ കൊടുക്കാനുള്ള 2 ഗഡു ഈ 2026 ഏപ്രിൽ 1 ശേഷം വാങ്ങാവുന്നതാണ് എന്നാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തോ ഇല്ലേ അവസ്ഥകളൊക്കെ. നമ്മൾ ഇത് എപ്പോൾ ആര് ഉത്തരവിറക്കി ഏത് ഉത്തരവുകൾ മരവിപ്പിക്കും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷവും ഇക്കാര്യത്തിൽ. ഞാനിത് ആദ്യം പോസിറ്റീവ് പറഞ്ഞു, ഇപ്പം അതിൻ്റെ നെഗറ്റീവ് പറയാണ്. നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. സാമ്പത്തിക പ്രയാസമാണ് ഇതിനൊക്കെ എല്ലാ കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സാമ്പത്തിക പ്രയാസം എന്ന ജീവനക്കാരും അധ്യാപകരും പെൻഷൻ അത് നമ്മളെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ്. സാമ്പത്തിക പരാധീനത പ്രശ്നം എന്ന് പറയുന്നത് അത് ജീവനക്കാരെ അവരെ സംബന്ധിച്ചൊന്നും വിഷയമല്ല. കാരണം അത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമർത്ഥരായ ഒരു ഗവൺമെന്റിനെ എപ്പോഴും തിരഞ്ഞെടുത്തയക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ അവർ നോക്കണം. ഇത് നമ്മളുടെ മേലെ സാമ്പത്തിക അവസ്ഥ പരാധീനതയാണ് എന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഈ സാമ്പത്തിക പ്രയാസം എന്നത് നമ്മൾ ജീവനക്കാരും അധ്യാപകരും ഒക്കെ പെൻഷൻകാരും 2002 കേട്ടതാണ്. ഒരു 10 പൈസ ഇല്ല എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പഴയ ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാവും. അന്ന് 32 ദിവസം ജീവനക്കാരും അധ്യാപകരും ഒക്കെ സമരം ചെയ്തു. ആ ഒരു സമയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആരും മോശക്കാരൊന്നും അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ആ 2002 ശേഷം 19 വർഷം പിന്നെയും പോയി, 2021 വരെ. 2004 പേ റിവിഷൻ നടന്നു, 2009 പേ റിവിഷൻ നടന്നു, 2014 പേ റിവിഷൻ നടന്നു. അതിൽ ഏറ്റവും നല്ല പേ റിവിഷനും വന്നു 2014 എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ കടന്നുപോയി. അപ്പൊ ആ ഒരു പീരീഡിൽ പിന്നെയും സാമ്പത്തിക പ്രയാസം പറഞ്ഞില്ല. അന്ന് 2002 10 പൈസ ഇല്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് പിന്നെയും മെച്ചപ്പെട്ടു. പക്ഷെ 2021 വീണ്ടും സാമ്പത്തിക പ്രശ്നമാണ്. ജീവനക്കാരുടെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ, DA അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തടഞ്ഞ് കുടിശ്ശികകളൊക്കെ തടഞ്ഞു വെച്ച ഒരു കാലഘട്ടമാണ് 2021 മുതൽ ഇങ്ങോട്ടുള്ളത് ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ജീവനക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത്തരത്തിൽ ഉണ്ടായി. അതും നമ്മൾ മനസ്സിലാക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യം, ഞങ്ങൾ യൂട്യൂബിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശമ്പള പരിഷ്കരണമായിട്ടോ മറ്റ് ജീവനക്കാരുടെ പ്രശ്നങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടൊക്കെ പിന്നെ ധനവകുപ്പിനൊക്കെ ഞാൻ നിവേദനങ്ങൾ സമർപ്പിക്കാറുണ്ട്. എൻ്റെതായ കാഴ്ചപ്പാടുകൾ ഞാൻ പറയാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജീവനക്കാരെയും പെൻഷൻകാരെയും എല്ലാവരെയും സഹായിക്കുക എന്നുള്ള ഒരു നിലപാട് കൂടി ഈ പറയുന്നതിനൊപ്പം ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇവിടെ ഈ കേസിലൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള തരുമെന്ന് പറഞ്ഞിട്ടുള്ള അത് പറഞ്ഞിട്ടുള്ള എല്ലാം, അത് DAയുടെ കാര്യത്തിലായാലും ശരി, പുതിയ പേ റിവിഷൻ അരിയർ ആയാലും ശരി, പിന്നെ വരാനിരിക്കുന്ന പേ കമ്മീഷന്റെ അരിയർ ആയാലും ശരി, ഒക്കെയും തരാമെന്ന് പറഞ്ഞിട്ടുള്ള അത് ഏത് ഗവൺമെന്റ് വന്നാലും മരവിപ്പിക്കാതെ കൊടുക്കണം, നീട്ടിവെക്കാതെ ജീവനക്കാർക്ക് കൊടുക്കണം എന്നാണ്. ഇപ്പൊ പെൻഷൻകാരുടെ DA പറ്റിയൊക്കെ കമന്റ് വരുന്ന കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും. 4 വർഷം കഴിഞ്ഞിട്ട് തരാനിരിക്കുന്ന DA വാങ്ങാൻ ഞാൻ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്നാണ്. അപ്പൊ പലരുടെയും അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്നവർക്കും തന്റെ ഈ DA എന്ന് പറയുന്നത് വില നിലവാരം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് DA.
അത് ഏതെങ്കിലും കാലത്ത് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമ്മൾ ഒപ്പം ജീവനക്കാരും പെൻഷൻകാരും നമ്മൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ വേണ്ടിടത്ത് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അവർ പക്ഷേ പിന്നെ കമ്മി എന്നും സംഘി എന്നും മാപ്ര എന്നും സുഡാപ്പി എന്നും ഒക്കെ വിശേഷിപ്പിച്ച് രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ടേഴ്സ് മാത്രമാവുകയാണ്. അത് വേണം. അത് മാത്രമാവാതെ അവരവരുടെ അവകാശങ്ങൾ ഏത് വേദിയിലും ഉന്നയിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ വീഡിയോയിൽ നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയം ഏറ്റവും നല്ലതാണ്, എല്ലാവർക്കും രാഷ്ട്രീയം വേണം. കക്ഷി രാഷ്ട്രീയത്തിന്റെ പിന്നെ അനുഭാവികളായിക്കോട്ടെ, പക്ഷെ നമുക്ക് കിട്ടേണ്ട, ജീവനക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് ഏത് വേദികളിലും അത് അവതരിപ്പിക്കാൻ, മറ്റുള്ളവരെ കുറ്റം പറയാൻ. ഇപ്പൊ ഈ വാക്കുകൾ ഞാൻ കേട്ടല്ലോ, ഇത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അതൊഴിവാക്കി അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ജീവനക്കാര് പെൻഷൻകാരും പുലർത്തണം. അല്ലെങ്കിൽ ആ, ഈ അവകാശങ്ങൾ സ്വന്തമായിട്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ ഏത് വേദിയിലും ഉന്നയിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ, ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഒരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.